ഹലോ, എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കില്ലേ? അങ്ങനെ നമ്മുടെ ചേച്ചിമാരവിടെ ഏലക്കായൊക്കെ പറിച്ചുകൊണ്ടിരിക്കുകയായിരുന്നല്ലോ. അപ്പോൾ ഇത് അവിടെ നേരെ പൊക്കോട്ടിരിക്കട്ടോ. നമ്മുടെ ചേട്ടന്മാരവിടെ മീൻകുളം കുത്തുന്നുണ്ടല്ലോ. അപ്പോൾ അതിൻ്റെ എക്സൈറ്റ്മെൻറ്റ് നന്നായിട്ടുണ്ട് കേട്ടോ. കാരണം എത്രത്തോളം ആയി എന്നറിയാനുള്ള ആകാംക്ഷയിലാണ് നമ്മൾ പൊക്കോണ്ടിരിക്കുന്നത്. അതേപോലെ തന്നെ നിങ്ങളും നല്ല എക്സൈറ്റ്മെൻറ്റിലായിരിക്കും എനിക്കറിയാം കൈസ്. അപ്പോൾ നമുക്ക് നേരെ അങ്ങോട്ടേക്ക് പോകട്ടെ. പിന്നെ വെയിൽ എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത വെയിൽ, നല്ല ചൂടാണ്. അപ്പോൾ നേരത്തെ കയ്യിൽ കിട്ടിയ സാധനം ഈ ഒരു ടൈമിലൊക്കെ നല്ല യൂസ്ഫുള്ളാണ്. പിന്നെ നമ്മുടെ ഇന്നലെ ഇട്ട വീഡിയോ കാണാത്ത കൂട്ടരാണ് നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ കാണുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും ഇന്നലത്തെ ഒരു വീഡിയോ കൂടി ഇടും. അപ്പോൾ എന്തായാലും അതുകൂടി ഒന്ന് കണ്ടാലും നിങ്ങൾക്ക് കറക്റ്റായിട്ട് എന്താ സംഭവം എന്നൊക്കെ നന്നായിട്ട് മനസ്സിലാവുള്ളൂ. അപ്പോൾ എന്തായാലും അതിൻ്റെ ബാലൻസ് ആയിട്ടാണ് നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ വന്നിട്ടുള്ളത്. അങ്ങനെയാണ് നമ്മൾ പറമ്പിൽ നേരെ പൊക്കോണ്ടിരിക്കുന്നത്. ഏകദേശം ആ ഒരു നമ്മുടെ മീൻകുളമൊക്കെ കിട്ടുന്ന ആ ഒരു ഏരിയയിലേക്ക് നമ്മൾ എത്തി തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ ടൈം ഏകദേശം ഒരു 3 മണിയൊക്കെ ആവാനായി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് എന്തായാലും എൻ്റെ അവസ്ഥ നേരെ പോയി നോക്കട്ടെ. കാരണം നല്ല എക്സൈറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ നന്നായിട്ട് എക്സൈറ്റ്മെൻറ്റോട് കൂടിയിട്ടാണ് പോകുന്നത്. കാരണം എത്രത്തോളം ആയെന്നറിയില്ല. നമ്മൾ അവിടെ നിന്ന് വന്നിട്ട് ഇപ്പോൾ കുറച്ച് ടൈമായിട്ട് ഇപ്പോൾ നമ്മൾ പറമ്പിലൊക്കെ പോയി ചേച്ചിമാരവിടെ ഏലക്കായി പറിക്കുന്നവിടെയൊക്കെ ആയിരുന്നല്ലോ കുറച്ച് നേരം കൊണ്ട്. അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് ഇവിടെ എത്തിയപ്പോഴത്തേനും എന്തായാലും നമുക്ക് നോക്കി നോക്കാം. നല്ല സൗണ്ട് കേൾക്കുന്നുണ്ട് ആ ഒരു ഭാഗത്തു നിന്ന്. പിന്നെ നമ്മൾ ഒരു കാര്യത്തിലേക്ക് ഇറങ്ങി തിരിച്ചിട്ട് ആ ഒരു കാര്യത്തിന് വേണ്ടി നമ്മൾ ഒരുപാട് ആഗ്രഹിച്ചിട്ട് അത്രയും നമ്മൾ സ്വപ്നം കണ്ടിട്ട് നമ്മൾ ആ ഒരു കാര്യം ചെയ്യാൻ വേണ്ടി പോകുമ്പോൾ നമുക്ക് എന്തായാലും ഒരു ആകാംക്ഷ ഇല്ലാതിരിക്കില്ല. ആ ഒരു സന്തോഷത്തിൽ തന്നെയാണ് നമ്മളെന്തായാലും അങ്ങനെ നമ്മൾ ഏകദേശം അവിടെ എത്തി തുടങ്ങിയിട്ടുണ്ട് കൈസ്. അപ്പോൾ എന്തായാലും നമുക്ക് നോക്കി നോക്കട്ടെ പോയിട്ട്. പിന്നെ നമ്മൾ താഴെ പറമ്പിലേക്ക് പോകുന്ന ആ ഒരു ടൈമിലാണെങ്കിൽ നമ്മുടെ ആ ഒരു മീൻകുളത്തിൻ്റെ ഒരു പകുതി സ്റ്റേജ്, അതായത് കുഴി എടുത്ത് തുടങ്ങിയിട്ടില്ല ഉണ്ടായിരുന്നുള്ളൂ. അതായത് പകുതിയൊക്കെ ആയിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഇനി ഇപ്പോൾ കുറച്ച് നേരം ആയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് നേരെ പോകണം അങ്ങോട്ടേക്ക്. അതേപോലെ നമ്മുടെ മീൻകുളമൊക്കെ ചെയ്യുന്ന ഒരു ടൈമിൽ നമുക്ക് കുറേ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, അതായത് വെള്ളത്തിൻ്റെ pH ആയാലും അതേപോലെ തന്നെ നമ്മൾ വിരിക്കാൻ എടുക്കുന്ന ഒരു ഷീറ്റും കാര്യങ്ങളൊക്കെ. അപ്പോൾ എന്തായാലും നമ്മൾ നല്ല രീതിയിൽ ഇതിൽ കൺസിഡർ ചെയ്യേണ്ട ഒരു കാര്യം തന്നെ കേട്ടോ. എന്നാൽ മാത്രം നമുക്ക് പ്രോപ്പറായിട്ട് അത് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാനൊക്കെ പറ്റില്ല. എന്തായാലും അതൊക്കെ നമുക്ക് എന്തായാലും വഴിയെ കാണട്ടോ. അങ്ങനെ എന്തായാലും ഒട്ടും താമസിക്കാതെ നമ്മളത് അവിടെ എത്തിയിട്ടുണ്ട് കൈസ്. അപ്പോൾ എത്തിയപ്പോൾ കണ്ട കാഴ്ചയാണ് ഇതാ നോക്കി. അവരിതവിടെ അളവെടുത്തുകൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ കുഴി എടുക്കലത്തെ സ്റ്റേജ് ഇതാ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇത്രയും വലിയൊരു നമ്മുടെ മീൻകുളമാട്ടോ നമ്മൾ ചെയ്തിട്ടുള്ളത്. അതേപോലെ തന്നെ ഈ ഒരു അളവെടുക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ നമുക്കിനി ഷീറ്റ് ഇരിക്കാമല്ലോ. അപ്പോൾ ആ ഒരു ഷീറ്റിൻ്റെ നീളവും വീതിയൊക്കെ നമുക്ക് കറക്റ്റ് നമുക്ക് അളന്നെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കറക്റ്റ് ആ ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു വലുപ്പത്തിലേക്ക് കിട്ടുമല്ലോ. അപ്പോൾ എന്നാലും നമുക്ക് വേണ്ട അളവിൽ നിന്ന് കുറച്ചൊരു പിടിക്ക് നമ്മൾ കൂട്ടിയിട്ടാണ് എടുക്കും. കാരണം ബൈ ചാൻസ് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും വലിക്കുന്ന ഒരു ടൈമിലൊക്കെ നമുക്ക് ചിലപ്പോൾ അളവിലൊക്കെ ചെറിയ വ്യത്യാസങ്ങളൊക്കെ വരാൻ ചാൻസ് ഉണ്ടല്ലോ. അതുകൊണ്ട് തന്നെ ചെറിയ രീതിയിൽ തന്നെ നമ്മൾ മാറ്റം വരുത്തിയിട്ടുണ്ട്. അതായത് കുറച്ച് കൂട്ടിയിട്ടാണ് എടുക്കുന്നത് എന്താണ് നമ്മുടെ അളവിൽ നിന്ന്. എന്താ അളവെടുക്കലൊക്കെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അതേപോലെ തന്നെ കൈസ നോക്കി താഴ്ഭാഗത്ത് നിന്ന് കുറച്ച് മണ്ണുകളൊക്കെ ഒന്ന് വലിച്ച് ഒന്ന് ഷേപ്പിലൊന്ന് ലെവൽ ചെയ്തെടുക്കാണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും ആ ഒരു പരിപാടിയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. കാരണം കുറച്ചുണ്ട് കേട്ടോ ആ ഒരു സെൻറ്റർ ഭാഗത്തായിട്ടുള്ളത്. കാരണം സൈഡും കാര്യങ്ങളൊക്കെ നമ്മൾ കറക്റ്റായിട്ട് ഇതാക്കി ഒന്ന് ചെത്തി ഒന്ന് ലെവലാക്കി എടുക്കാണ്ട് സൈഡൊക്കെ എല്ലാ സൈഡും ഒന്ന് ചെത്തി കറക്റ്റ് ഒരു ലെവലാക്കുമ്പോഴാണ് നമുക്ക് അതിൻ്റെ ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു ടെക്സ്ചർ വരുള്ളൂ. അതേപോലെ തന്നെ നമ്മുടെ ഈ ഒരു മീൻകുളം നമ്മൾ തുടക്കത്തിൽ, അതായത് ഒരു വർഷം മുന്നേ നമ്മളിവിടെ ഒരു കുഴിയൊക്കെ എടുത്ത് സെറ്റാക്കി വെച്ചിട്ടാണ്. അപ്പോൾ അതൊക്കെ ഞാൻ ഇന്നലത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇന്നലത്തെ വീഡിയോ കാണാത്ത കിട്ടുകയാണെങ്കിൽ ജസ്റ്റ് ആ വീഡിയോ കണ്ടിട്ട് ഇന്നത്തെ ഈ ഒരു വീഡിയോ കാണുവാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടി ഒന്ന് ക്ലാരിഫിക്കേഷൻ കിട്ടും. പിന്നെ നമ്മൾ അന്നത് JCB എടുത്തുകൊണ്ട് തന്നെ ഒരുപാട് കളിച്ച് കഷ്ടപ്പെടേണ്ടി വന്നില്ല. പിന്നെ എന്നാലും വെയിലാട്ടോ, വെയിൽ ഒരു രക്ഷയില്ല. ഡയറക്റ്റ് ഇങ്ങനെ കണ്ണിലേക്ക് കുത്തില്ല. ആ രീതിയിലാട്ടോ ഈ ഒരു ഏരിയ എന്നൊക്കെ പറയുമ്പോൾ നമ്മളിപ്പോൾ ഏലമൊക്കെ വെക്കാനൊക്കെ ആയിട്ട് എല്ലാ മരങ്ങളിലേക്കും നന്നായിട്ട് കോതി സെറ്റാക്കി കൊണ്ടിട്ട് ഇവിടെ അങ്ങനെ നമുക്ക് ഒരുപാട് അങ്ങനെ മരങ്ങളുടെ തണലോ കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. പിന്നെ ഇതാ സൈഡിൽ കൂടെയൊക്കെ ഇതേപോലെ ഒന്ന് ഒരേ ലെവലൊന്ന് വകഞ്ഞെടുത്തിട്ടുണ്ടേ. നമ്മൾ ആ ഒരു കുഴി എടുത്തതിൻ്റെ റൗണ്ടിൽ ഫുള്ളങ്ങ് ഒരേ ലെവലിലാണ് അപ്പോൾ ചെയ്തെടുത്തിട്ടുള്ളത്. സൈഡിൽ കൂടെയൊക്കെ അത്യാവശ്യം നന്നായിട്ട് തന്നെ മണ്ണുണ്ട് കിട്ടും. അപ്പോൾ അതൊക്കെ നമുക്ക് എന്തായാലും നന്നായിട്ട് തന്നെ കൊട്ടയ്ക്ക് എടുത്തിട്ട് മേളിലേക്ക് ഇടുവാണെങ്കിൽ ആ ഒരു മേൽഭാഗം നന്നായിട്ട് ഒരു ലെവലൊന്ന് കിടക്കുകയും ചെയ്യും. താഴത്തെ മണ്ണ് നമുക്ക് നന്നായിട്ട് അവിടെ നിന്ന് മാറ്റാനും പറ്റും. അപ്പോൾ ഇപ്പോൾ നമ്മൾ ആ ഒരു കൊട്ടയ്ക്കാട്ടോ കോരി മേളിലേക്ക് ഇടുന്നത്. പിന്നെ നമ്മുടെ ഇവിടുത്തെ മണ്ണെന്ന് പറയുമ്പോൾ കണ്ടില്ലേ കൈസ്താ, ഈ ഒരു രീതിയിലാട്ടോ നമ്മുടെ മണ്ണുള്ളത്. അതായത് ബ്ലാക്ക് കളറുള്ള മണ്ണേ അല്ലാട്ടോ. നമുക്കിവിടെ ഫുള്ള് നമ്മുടെ പറമ്പിൽ വരും ഓൾമോസ്റ്റ് എല്ലാവരും ഈ ഒരു ടെക്സ്ചറാട്ടോ നമ്മുടെ മണ്ണിൽ നന്നായിട്ട് തന്നെ ചുമന്ന മണ്ണാണ്. അങ്ങനെ എന്തായാലും നമ്മുടെ കുഴി എടുക്കലത്തെ പരിപാടി കഴിഞ്ഞപ്പോൾ നമ്മൾ ആ ഒരു ബേസ് നന്നായിട്ട് സെറ്റാക്കി കൊടുക്കുകയാണേ. എന്തായാലും നല്ല അടിപൊളിയായിട്ട് തന്നെ താഴത്തെ ആ ഒരു ബേസിൽ നന്നായിട്ട് തന്നെ നമ്മുടെ കയ്യിലുള്ള ആ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ചാക്കുകളൊക്കെ വിരിച്ച് കൊടുത്തിട്ടുണ്ടെങ്കിലും കൈസ് നമ്മളിതാ അധികം വൈകാതെ ആ ഒരു പ്ലാസ്റ്റിക് ചാക്ക് വിരിച്ചത് ഫുള്ളെടുത്താൽ നമ്മളിതാ നോക്കി സൈഡിൽ കൂടെ അങ്ങ് സെറ്റ് ചെയ്തിരിക്കട്ടോ. കാരണം നമ്മുടെ കയ്യിൽ കുറച്ച് പഴയതും അതേപോലെ തന്നെ ഇപ്പം നമ്മളങ്ങനെ യൂസ് ചെയ്യാത്തതുമായിട്ടുള്ള കുറച്ച് ടാർപ്പായൊക്കെ ഉണ്ട്. അപ്പോൾ എന്തായാലും അതായത് ഷീറ്റ് എന്നൊക്കെ പറയും. അപ്പോൾ എന്തായാലും ആ ഷീറ്റൊക്കെ നമുക്ക് താഴെ കൂടെ അങ്ങ് വിരിച്ച് കൊടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ എന്തായാലും സൈഡിൽ കൂടെ നമുക്ക് നേരത്തെ നമ്മൾ ഈ ഒരു താഴെ ഇട്ട് കൊടുത്തുള്ള ആ ഒരു പ്ലാസ്റ്റിക് ചാക്കുകളുണ്ടല്ലോ അതൊക്കെ നമ്മൾ ആ ഒരു സൈഡിൽ കൂടെ ഇട്ടിട്ടുണ്ട്. പിന്നെ അത് താഴേക്ക് ഇങ്ങനെ ഊർന്നിറങ്ങാതെയൊക്കെ ഇരിക്കാൻ വേണ്ടി സൈഡിൽ കൂടെ ഫുള്ള് നമ്മളൊരു കവുങ്ങ് പൊളിച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ ആ കവുങ്ങ് പൊളിച്ചതിൻ്റെ ആ ഇതിന് നമ്മൾ അലകുന്നതായിട്ട് പറയുന്നത് ഉണങ്ങിയിട്ടുണ്ട് ഇപ്പോൾ ഏകദേശം. അപ്പോൾ നമ്മൾ അതാട്ടോ സൈഡിൽ കൂടെ ഇപ്പോൾ തൽക്കാലത്ത് വെച്ച് കൊടുത്തിരിക്കണം. അപ്പോൾ നമ്മൾ ഈ ഒരു ഷീറ്റും കാര്യങ്ങളൊക്കെ വിരിക്കുമ്പോഴത്തേനും നമ്മളിപ്പോൾ അത് വെച്ചില്ലാന്നുണ്ടെങ്കിൽ ഒന്നാമത് നല്ല വെയിലുണ്ട്, അതേപോലെ തന്നെ ചെറിയൊരു കാറ്റും ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ചിലപ്പോൾ നമ്മൾ ഈ ഒരു പരിപാടി തീരുന്നതിന് മുന്നേ അത് ഇങ്ങോട്ട് താഴേക്ക് ഊർന്നിറങ്ങാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ആ ഒരു സൈഡ് നമ്മൾ നന്നായിട്ട് ഒന്ന് സേഫാക്കി വെച്ചിരിക്കുകയാണ്. അതിനുശേഷം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള കുറച്ച്
ടാർപോളിൻ ഉണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും ആ ഒരു സംഭവം വെച്ചത് ആ സൈഡിൽ കൂടെയൊക്കെ നന്നായിട്ട് തന്നെ ഒന്ന് കവർ ചെയ്ത് സെറ്റാക്കിയിട്ട്, അതേപോലെ തന്നെ ഈ ഒരു നൂൽച്ചാക്കൊക്കെ നമുക്കിനി അടിയിലേക്ക് ഇട്ട് കൊടുക്കാനുള്ള കേട്ടോ. അതുപോലെ തന്നെ നൂൽച്ചാക്ക് ആയിക്കോട്ടെ, അതുപോലെ തന്നെ നമ്മുടെ കയ്യിലുള്ള ഒരു പഴയ തുണികളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഇട്ട് കൊടുക്കുക. എപ്പോഴും നല്ല രീതിയിൽ തന്നെ ബേസ് ഒന്ന് സെറ്റാക്കി എടുക്കുകയാണെങ്കിൽ നമ്മൾ ഏറ്റവും ടോപ്പിൽ വരുന്ന ആ ഒരു ഷീറ്റിൻ്റെ ഷെൽഫ് ലൈഫ് നമുക്ക് നന്നായിട്ട് തന്നെ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടി പറ്റും. ഈ ഒരു മീൻകുളത്തിൻ്റെ മുകളിലേക്ക് നമ്മൾ ഇട്ട് കൊടുക്കുന്ന ഒരു ടാർപ്പായി അത് നമുക്ക് കൂടുതലൊരു ഷെൽഫ് ലൈഫ് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ അടി എപ്പോഴും നല്ല സ്ട്രോങ് ആയിട്ട്, അതായത് നന്നായിട്ട് തന്നെ സെറ്റ് ചെയ്ത് കൊടുക്കണം. അതായത് കല്ലോ കാര്യങ്ങളൊന്നും ഇല്ലാതെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടല്ലോ. അതായത് കല്ലോ കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് അതിൻ്റെ പൊക്കത്ത് കൂടെ നമ്മളിതൊക്കെ ചെയ്യണമെങ്കിൽ പെട്ടെന്ന് തന്നെ കീറി പോകാനുള്ള ചാൻസ് ഒക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ എന്തായാലും കല്ലൊക്കെ നന്നായിട്ട് തന്നെ മാറ്റി ഒരു മണ്ണൊക്കെ ഒന്ന് കറക്റ്റ് ലെവൽ ചെയ്തതിന് ശേഷമാണ് നമ്മളിപ്പോൾ ഈ ഒരു സംഭവങ്ങളൊക്കെ സെറ്റ് ചെയ്ത് കൊടുക്കുന്നത്. പിന്നെ ഇതിൻ്റെ മുകളിൽ നമ്മൾ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള കുറച്ച് തുണി കാര്യങ്ങളൊക്കെ ആയിട്ട് ഇട്ട് കൊടുക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ അതൊക്കെ എന്ന് പറയുമ്പോൾ നല്ല സോഫ്റ്റ് ആണല്ലോ. അപ്പോൾ എന്തായാലും അതിൻ്റെ മുകളിലേക്കായിട്ട് നമ്മൾ ആ ഒരു ഷീറ്റ് വിരിച്ച് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല സേഫ് ആയിരിക്കും കേട്ടോ. അപ്പോൾ പെട്ടെന്ന് തന്നെ കീറാതെ ഒരുപാട് കാലം അങ്ങനെ നീണ്ടു നിൽക്കുകയും ചെയ്യും. അപ്പോൾ അങ്ങനെ ഗൈസ് നമ്മുടെ ബേസ് എല്ലാം നമ്മൾ സെറ്റ് ചെയ്തതിന് ശേഷം നമ്മുടെ ഫൈനൽ പരിപാടിയായിട്ട് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതായത് ഈ ഒരു ഷീറ്റാട്ടോ നമ്മൾ നമ്മുടെ മീൻകുളത്തിലേക്ക് വേണ്ടിയിട്ട് വാങ്ങിയിട്ടുള്ളത്. എന്തായാലും നല്ല ക്വാളിറ്റി ഉള്ള ഷീറ്റ് തന്നെയാണ്. കാരണം വേറെ ഒന്നുമല്ല കേട്ടോ, നമ്മളൊരു കാര്യത്തിന് വേണ്ടിയിട്ട് ആഗ്രഹിച്ചിട്ട് നമ്മൾ അത്രയും ആഗ്രഹത്തോടു കൂടി ചെയ്യുമ്പോൾ നമ്മൾ എത്രത്തോളം അതിനെ നന്നാക്കാൻ വേണ്ടി പറ്റും അത്രത്തോളം നമ്മൾ നല്ല അടിപൊളിയാക്കാനുള്ള ശ്രമിക്കുള്ളൂ. അപ്പോൾ എന്തായാലും നമ്മുടെ ആ ഒരു ഷീറ്റ് വിരിക്കലിൻ്റെ പരിപാടിയായിട്ട് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ബേസൊക്കെ നല്ല അടിപൊളിയായിട്ട് സെറ്റ് ആക്കിയിട്ട് നമുക്ക് ആ ഒരു മേൽഭാഗം ഉണ്ടല്ലോ, അപ്പോൾ അതൊക്കെ ഒന്ന് നമ്മളിപ്പോൾ വെള്ളം നിറയുന്നതനുസരിച്ച്, അതായത് വെള്ളത്തിൻ്റെ ആ ഒരു ക്വാണ്ടിറ്റി കൂടുന്നതനുസരിച്ച് താഴേക്ക് തന്നെ ഊർന്ന് പോകാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നമ്മൾ ആ ഒരു ഭാഗമൊക്കെ നന്നായിട്ട് നമ്മൾ വെയിറ്റ് വെച്ച് കൊടുക്കാനുണ്ട്. അപ്പോൾ അങ്ങനെ വെയിറ്റ് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നന്നായിട്ട് തന്നെ സേഫ് ആയിട്ട് അവിടെ ഇരുന്നോളൂ. അപ്പോൾ ആ വെള്ളം അതിന് മുന്നായിട്ട് നമ്മളത് ഓസി കൂടെ വരുന്നുണ്ടല്ലോ. അപ്പോൾ എന്തായാലും വെള്ളം വന്ന് നിറയാൻ വേണ്ടിയിട്ട് എന്തായാലും കുറച്ചധികം ടൈം കൊടുക്കും. അപ്പോൾ എന്തായാലും ആ ഒരു ടൈം കൊണ്ട് നമുക്ക് എന്തായാലും ഒരു സൈഡും കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റാക്കി എടുക്കണമെങ്കിൽ നല്ല തെളിഞ്ഞ വെള്ളം ഇങ്ങനെ വന്ന് നിറയുന്നതാണ്. എന്ത് രസമാണ് കൈസ്. കാരണം നല്ല വെയിൽ എന്ന് പറഞ്ഞാൽ ഇപ്പോഴും നല്ല വെയിൽ തന്നെയാണ് കേട്ടോ. കാരണം ഇപ്പോൾ വൈകുന്നേരം ആയെങ്കിലും വെയിലിൻ്റെ ആ ഒരു ശക്തിക്ക് ഒരു ശമനവും ആയിട്ടില്ല കേട്ടോ. അപ്പോൾ ഈ ഒരു വെയിലത്ത് ഇങ്ങനെ ഇതിൻ്റെ സൈഡിലൊക്കെ ഇരിക്കുമ്പോൾ നല്ല രസമുണ്ട് കേട്ടോ, ആ ഒരു കൂളിങ്ങൊക്കെ ആയിട്ട്. എന്തായാലും ഗൈസ് നമ്മുടെ കുറേ നാളത്തെ ആഗ്രഹമായിരുന്നു ഒരു മീൻകുളം നമുക്ക് ഉണ്ടാക്കുന്നത്. അപ്പോൾ ആ ഒരു ആഗ്രഹം ഇതാ നമുക്ക് സഫലമായിരിക്കും കേട്ടോ. എന്താ വെള്ളം ഏകദേശം ഒരു ഭാഗത്തോളം ആയിട്ടുള്ളൂ. കാരണം അത്യാവശ്യം വലിപ്പമുള്ളൊരു കുളം തന്നെ ആയതുകൊണ്ട് എന്തായാലും ഫുള്ള് വെള്ളം നിറയാൻ വേണ്ടി കുറച്ചധികം ടൈം എടുക്കും. പിന്നെ നമ്മൾ വെള്ളം നിറയാൻ വേണ്ടിയിട്ട് നല്ല തണുപ്പുണ്ട്. കാരണം നമ്മൾ രാവിലെ തുടങ്ങിയൊരു പരിപാടി ആട്ടോ. എന്തായാലും ഈ ഒരു ടൈം ആയപ്പോഴത്തേന് വെയിലൊക്കെ നന്നായിട്ട് താന്ന് നല്ലൊരു കൂളിങ്ങൊക്കെ ആയിട്ടുണ്ട്. പിന്നെ നമ്മളിപ്പോൾ മോട്ടറിൽ നിന്നാട്ടോ വെള്ളം കണക്ട് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് മോട്ടറിൽ നിന്ന് വരുന്ന വെള്ളമായി നല്ല ഐസ് പോലത്തൊരു വെള്ളമാട്ടോ. എന്തായാലും മീൻ കുഞ്ഞുങ്ങളൊക്കെ നമുക്ക് ഇറക്കാണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് ഇന്ന് ചെയ്യാൻ വേണ്ടി പറ്റണം. അപ്പോൾ എന്തായാലും അതിൻ്റെ വീഡിയോസൊക്കെ ആയിട്ട് നമുക്ക് എന്തായാലും അടുത്തൊരു വീഡിയോ കൂടെ കാണുമ്പോൾ നമ്മൾ ഏത് മീൻ കുഞ്ഞുങ്ങളെ ഇറക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾ കൊടുക്കുന്ന തീറ്റയും കാര്യങ്ങളും അതിൻ്റെ പരിചരണ രീതിയും കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് എന്തായാലും നെക്സ്റ്റ് ഒരു വീഡിയോ കൂടെ കാണാം. എന്തായാലും നമ്മുടെ ഒരു സബ്സ്ക്രൈബർ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് കമൻറ്റിലൂടെ പറയാറുണ്ട്. കാരണം ഇതൊരു മീൻകുളം കൂടി ചെയ്തുകൊടുക്കും. എന്തായാലും ആൾ കൂടി പറഞ്ഞത് നമ്മളിതാ കണക്കിൽ എടുത്തുകൊടുത്താൽ നമ്മളിതാ സംഭവം സെറ്റാക്കിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് വരുന്ന അപ്ഡേഷനും കാര്യങ്ങളൊക്കെ ഓരോ വീഡിയോസിലൂടെ കാണിക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ പിന്നെ വീഡിയോ വൈൻഡപ്പ് ചെയ്യണം. കാരണം അപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ലേറ്റ് ആയി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂടുതലാണെങ്കിൽ നമ്മുടെ വീഡിയോസ് ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ മാത്രം സബ്സ്ക്രൈബ് ചെയ്യാൻ കൂടി മറക്കല്ലേ. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ.